കണ്ണൂരിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. കണ്ണൂർ സിറ്റി സ്വദേശിയിൽ നിന്ന് 1,58,00,000 രൂപ തട്ടിയെടുത്തതായി പരാതി. 77-കാരിയായ മീര സോമസുന്ദരത്തിനാണ് പണം നഷ്ടമായത്. പഹൽഗാം ഭീകരരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം വിളിച്ചതെന്നും മീര സോമസുന്ദരം പറയുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കണ്ണൂർ സിറ്റി സ്വദേശിനി ഈ വലിയ തട്ടിപ്പിന് ഇരയാകുന്നത്? നിലവ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള സൈബർ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പലവിധ കേസുകളിലും പ്രതികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സൈബർ തട്ടിപ്പ് സംഘം ഈ ആളുകളെ സമീപിക്കുകയും അവരിൽ നിന്ന് പണം തട്ടുകയും ചെയ്യുന്നത്. ഈ കണ്ണൂർ സിറ്റി സ്വദേശിയിൽ നിന്നാണ് ഇപ്പോൾ 1,58,00,000 രൂപ ഈ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത്. 77-കാരിയായ മീര സോമസുന്ദരത്തിനാണ് ഈ പണം നഷ്ടമായത്. അതായത് പഹൽഗാം ഭീകരരുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഈ തട്ടിപ്പ് സംഘം ഈ മീര സോമസുന്ദരത്തെ ബന്ധപ്പെടുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഇതിൽ പറയുന്നുണ്ട്, അതായത് പഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ആദിൽ ഗോറി എന്നയാളുടെ താമസ സ്ഥലം പരിശോധിച്ചതിൽ നിന്ന് പരാതിക്കാരിയുടെ ആധാർ കാർഡ് കണ്ടെടുത്തിരുന്നുവെന്നും പഹൽഗാം ഭീകരരിൽ നിന്ന് പരാതിക്കാരി പണം സ്വീകരിച്ചിട്ടുണ്ടെന്നും ആയതിനാൽ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി കൈവശമുള്ള പണം RBIക്ക് പരിശോധിക്കുന്നതിന് അവർ ആവശ്യപ്പെടുന്ന ബാങ്കിലേക്ക് അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. ഇത് ഏതാണ്ട് 1,58,66,900 രൂപയാണ് ഇത്തരത്തിൽ ഈ മീര സോമസുന്ദരത്തിൽ നിന്ന് ഈ പ്രതികൾ കൈപ്പറ്റിയത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് ആണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. നീലിമ, മിഥുൻ, ഈ സംഭവത്തിൽ വളരെ അവിശ്വസനീയത നിലനിൽക്കുകയാണ്. ഒന്നാമത് 1,58,00,000 രൂപ ഈ വൃദ്ധയിൽ നിന്ന് കവർന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വല്ലാത്ത അവിശ്വസനീയതയുണ്ട്. എന്താണ് ഈ മീര സോമസുന്ദരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്? അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമോ മിഥുൻ? നിലിമ, അവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്നടക്കം സംശയങ്ങൾ ഉണ്ട്. ഈ റിട്ടയർമെന്റ് ഫണ്ടടക്കമുള്ള കാര്യങ്ങൾ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതിന്റെ സൂചന കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് സംഘം ഇത്തരം ആളുകളെ ബന്ധപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതാനും നാൾ മുമ്പ് കണ്ണൂർ മട്ടന്നൂരിൽ തന്നെ ഡോക്ടർമാരടക്കം ഇത്തരത്തിൽ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല രീതിയിലാണ് ഈ തട്ടിപ്പ് സംഘം ഈ ആളുകളെ ബന്ധപ്പെടുന്നത്. പല കേസുകളിൽ പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഷെയറുകൾക്ക് ഇരട്ടി മൂല്യം വാഗ്ദാനം ചെയ്ത് അങ്ങനെ പല രീതിയിലാണ് ഈ തട്ടിപ്പ് സംഘം ആളുകളെ ബന്ധപ്പെടുന്നത്. ഇത് ഒരു തീവ്രവാദ കേസിലെ പ്രതിയുടെ പക്കൽ നിന്ന് ആധാർ കാർഡ് അതാണ് മിഥുൻ ഏറെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം. ഈ സാധാരണഗതിയിൽ മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വെർച്വൽ അറസ്റ്റിന്റെയൊക്കെ പേരിലാണ് ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി ഇത് ഭീകരവാദ ബന്ധമുള്ള ആളുകൾ ആ ശൃംഖലയിൽ പെടുന്നു എന്നൊക്കെ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത്രമാത്രം പണം തട്ടിയെടുക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് സംശയിക്കേണ്ടത്. അത്തരത്തിലുള്ള അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? തീർച്ചയായും ആ സാധ്യതകളടക്കം പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും 77 വയസ്സുള്ള ഒരു വൃദ്ധയാണ്. ഈ സൈബർ ലോകത്ത് നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചൊന്നും വലിയ അവബോധമില്ലാത്ത ആളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇത്രയും വലിയ ഭീകരവാദ കേസിൽ ഉൾപ്പെട്ട ആളുടെ കയ്യിൽ നിന്ന് ആധാർ കാർഡ് അടക്കം കിട്ടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ വൃദ്ധയായ വ്യക്തി പേടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിൽ പണം നൽകാനുള്ള സാധ്യതയുള്ളത്. ഈ സംഭവം കുടുംബക്കാരാണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്ന് തോന്നുന്നു. എന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നീലിമ, ഓക്കെ മിഥുൻ, എന്തായാലും മീര സോമസുന്ദരത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങൾ, വളരെ അവിശ്വസനീയമായ ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ അന്വേഷണം നടത്തേണ്ട ഒരു സൈബർ തട്ടിപ്പ് തന്നെയാണ് കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.